കഴിഞ്ഞ വർഷം തൊട്ടേ എൻ്റെ മനസ്സിലുള്ളൊരു ആശയമായിരുന്നു, ആർക്കെങ്കിലും കുറച്ച് പാവപ്പെട്ടവർക്ക് ഗുണം കിട്ടണം. എൻ്റെ ഈ ആഘോഷം വെറും ഒരു ആഘോഷം മാത്രം പോരാ. തൻ്റെ 75-ാം വയസ്സിൽ 75 സെന്റ് സ്ഥലം നിർധനരായവർക്ക് വീട് വയ്ക്കുന്നതിനായി സൗജന്യമായി വിട്ടു നൽകി മാതൃക കാട്ടുകയാണ് ജേക്കബ് ചേട്ടൻ. ഞാൻ 2 വീട് അതിനകത്ത് പണിത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൊടുത്തായിരുന്നു. ഈ വർഷം വീട് പണിയാനുള്ള സാധിക്കില്ല. ഈ സ്ഥലം മാത്രം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഡേ 1 തൊട്ട് നമ്മൾ ആക്ച്വലി ചാരിറ്റിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ മാതാപിതാക്കളാണെങ്കിലും അവരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരുന്നു. അത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 65-ാമത്തെ വയസ്സിൽ 51% ചാരിറ്റിക്കും 49% വരുമാനത്തിൻ്റെ അത് എനിക്കും. അപ്പോൾ ഡേ 1 തൊട്ട് ഞാൻ ആക്ച്വലി ദശാംശം മാറ്റി വെച്ച് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 56 വയസ്സായപ്പം ഞാനൊരു പുതിയ തീരുമാനത്തിലേക്ക് വന്നു. ഒരു വിഷമവും ഇല്ല, കാരണം ദൈവം അതുപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ്റെ ചാർജ് അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ്, അവർക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതാണ്ട് 25,000-30,000 രൂപ വെച്ച് ഓരോ ഡോക്യുമെൻ്റ് രജിസ്ട്രേഷനും അതും നമ്മൾ തന്നെ ചിലവാക്കി. 15 സെൻറ്റോളം ബാക്കിയുണ്ട്. അത് ഞാൻ പഞ്ചായത്തിന് കൊടുക്കുകയാണ്. നമസ്കാരം. കോട്ടയം താഴത്തങ്ങാടിയിലുള്ള കൊച്ചേട്ടു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ഇലഞ്ഞി മരത്തിന് 360 വർഷങ്ങളുടെ കഥയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ വീട്ടുമുറ്റത്തു നിന്നും പുതിയൊരു ചരിത്രം കൂടി എഴുതി ചേർക്കുകയാണ് കൊച്ചേട്ടു കുടുംബത്തിലെ മുതിർന്ന കാരണവരായ ജേക്കബ് കൊച്ചേട്ട്. തൻ്റെ 75-ാം വയസ്സിൽ 75 സെന്റ് സ്ഥലം നിർധനരായവർക്ക് വീട് വയ്ക്കുന്നതിനായി സൗജന്യമായി വിട്ടു നൽകി മാതൃക കാട്ടുകയാണ് ജേക്കബ് ചേട്ടൻ. കോട്ടയം തിരുവാർപ്പിലുള്ള തൻ്റെ ഭൂമിയാണ് നിർധന കുടുംബങ്ങൾക്കായി വിട്ടു നൽകിയത്. ഇപ്പോൾ തന്നെ 18ഓളം പേർക്ക് വീട് വിൽക്കുന്നതിനാവശ്യമായ സ്ഥലം അദ്ദേഹം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജേക്കബ് കൊച്ചേട്ട് നമുക്കൊപ്പം ചേരുകയാണ്. 75-ാം വയസ്സിൽ സാറിൻ്റെ തീരുമാനം വളരെയധികം മാതൃകയായിരിക്കുകയാണ്. 75 വയസ്സ് ഈ ഒക്ടോബർ 15-നാവും. കഴിഞ്ഞ വർഷം തൊട്ടേ എൻ്റെ മനസ്സിലുള്ളൊരു ആശയമായിരുന്നു, ആർക്കെങ്കിലും കുറച്ച് പാവപ്പെട്ടവർക്ക് ഗുണം കിട്ടണം. എൻ്റെ ഈ ആഘോഷം വെറും ഒരു ആഘോഷം മാത്രം പോരാ, റിയലായിട്ട് എന്തെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിലൊരു മാറ്റം വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് 75 സെൻറ്റ് സ്ഥലം 75-ാമത്തെ വയസ്സിൽ കൊടുക്കാം പാവപ്പെട്ടവർക്ക്. രജിസ്ട്രേഷൻ ഫീസ് അടക്കം നമ്മൾ തന്നെയാണ് എടുത്ത് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണത് കണ്ടെത്തിയ സ്ഥലം? തിരുവാർപ്പിൽ എനിക്ക് ഒരു 1.25 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. കുറേയൊക്കെ നേരത്തെ വിറ്റതാണ്. ബാക്കിയുള്ളൊരു സ്ഥലം നല്ല മൈതാനം പോലുള്ള സ്ഥലമാണ്. അതിൻ്റെ അകത്ത് തിരുവാർപ്പ് പഞ്ചായത്ത് അവർക്ക് റോഡൊക്കെ അതിൻ്റെ അകത്തൂടെ വെട്ടി നല്ല ക്ലീനാക്കിയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷനുണ്ട്, വാട്ടർ കണക്ഷനും ഒക്കെ വന്നു കഴിഞ്ഞു ഓൾറെഡി ആ പ്ലോട്ടിനകത്ത്. വീട് പണിതിട്ടുണ്ടോ? ഞാൻ 2 വീട് അതിനകത്ത് പണിത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൊടുത്തായിരുന്നു. ഈ വർഷം വീട് പണിയാനുള്ള സാധിക്കില്ല. പക്ഷേ ഈ സ്ഥലം മാത്രം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനം. ആകെ 18 പേർക്കാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത്. ആ 18 പേർക്ക് 4 സെൻറ്റും 5 സെൻറ്റും 3.5 സെൻറ്റും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആളുകളെ സെലക്ട് ചെയ്ത് നേരിട്ടറിയാവുന്ന ഒത്തിരി, എനിക്ക് നേരിട്ട് ഇവിടെ ഈ എൻ്റെ ഈ കോട്ടയത്തിന് പടിഞ്ഞാറൻ മേഖലയിൽ തന്നെ താമസിക്കുന്നവരാണ് ഭൂരിഭാഗം. എല്ലാവർക്കും തന്നെ ആർക്കും തന്നെ സ്ഥലം സ്വന്തമായിട്ടില്ലാത്തവരാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ അരികെ തന്നെ അവർ വന്നവരാണ്. അതുകൂടാതെ ചില ആൾക്കാർ എന്നോട് വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. അത് ശരിയാണോന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും കൊടുത്തു. അങ്ങനെയാണ് സെലക്ഷൻ നടത്തിയത്. ഇത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായി കയറി കിടക്കാൻ ഒരു വീട് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ സ്വപ്നത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ സാറിന് എങ്ങനെയാണ് അതൊരു മനസ്സിന്? നമുക്ക് ദൈവം തരുന്ന ഓരോ ഐഡിയകളാണ്. കാരണം എനിക്ക് പണ്ട് തൊട്ട് ഞാൻ 50 വർഷമായി ഇപ്പം ബിസിനസ്സിൽ വന്നിട്ട്. ഡേ 1 തൊട്ട് നമ്മൾ ആക്ച്വലി ചാരിറ്റിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ മാതാപിതാക്കളാണെങ്കിലും അവരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരുന്നു. അത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഡേ 1 തൊട്ട് ഞാൻ ആക്ച്വലി ദശാംശം മാറ്റി വെച്ച് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 56 വയസ്സായപ്പം ഞാനൊരു പുതിയ തീരുമാനത്തിലേക്ക് വന്നു. അതായത് സർക്കാർ സർവീസിലാണ് 56 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യും. ഞാൻ ബിസിനസ്സുകാരനായിട്ട് റിട്ടയർ ചെയ്യാൻ മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാ വർഷവും ഒരു 5% വെച്ച് കൂട്ടി 64 വയസ്സായപ്പം കറക്റ്റ് 50%. അപ്പോൾ ഞാൻ വിചാരിച്ചു 65-ാമത്തെ വയസ്സിൽ 51% ചാരിറ്റിക്കും 49% വരുമാനത്തിൻ്റെ അത് എനിക്കും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഒരു വിഷമവും ഇല്ല, കാരണം ദൈവം അതുപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ്സൊക്കെ ആണെങ്കിലും എൻ്റെ ബിസിനസ് അഗ്രോബയോടെക് അപ്ടെക് എന്നുള്ളൊരു കമ്പനിയാണ്. അതായത് ബയോ ഫെർട്ടിലൈസർ കേരളത്തിലെ ആദ്യത്തെ യൂണിറ്റാണ്. അതിന് ജീവാണുവളത്തിൻ്റെ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിന് 5-6 ബ്രാഞ്ചസ് ഉണ്ട്. പാലക്കാട്, പത്തനാപുരം, കണ്ണൂർ, അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, തേനി. അത് നല്ലോണം പ്രോസ്പർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ചാരിറ്റിയും
വളരെയധികം കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതാണ് നമ്മുടെ ഇലഞ്ഞിമരം. അതെ, ഇലഞ്ഞിമരം 360 വർഷം പഴക്കമുള്ള ഇലഞ്ഞിമരമാണിത്. ഇത് നമ്മുടെ ബംഗാൾ ഗവർണർ ആയിരുന്ന ആനന്ദ് ബോസ് സാറ് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ ഗവർണറായിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ, കൽക്കട്ട രാജ്ഭവനിൽ ഒരു തൈ കൊണ്ട് നട്ടിട്ടുണ്ട്. അദ്ദേഹം വന്നാണ് ഈ പവലിനൊക്കെ ഉദ്ഘാടനം ചെയ്ത്. പുസ്തകങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ ഞാനൊരു ഞാൻ തന്നെ എൻ്റെ ഒരു ആത്മചരിത്രം എഴുതിയിട്ടുണ്ട്. 70ാമത്തെ വയസ്സിലത് റിലീസ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ 75ാമത്തെ വയസ്സിൽ ഒരു ബുക്ക് കൂടെ വരുന്നുണ്ട്. അതിനും അവതരണം എഴുതിയിരിക്കുന്ന ആനന്ദ് ബോസ് സാറാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പരിശുദ്ധ ബാബ തിരുമേനിയുണ്ട്, അനുഗ്രഹ പ്രഭാഷണം. ആ ബുക്കും ഈ ഒക്ടോബർ 15-നാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷേ ഒക്ടോബർ 17-നാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. എല്ലാവരും വീക്കെൻഡ് ആകുമ്പോൾ സൗകര്യാർത്ഥം ഒക്ടോബർ 17-ാം തീയതി എൻ്റെ മീറ്റിംഗ് ഉണ്ട്, അന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ വീടൊക്കെ സ്ഥലം നൽകുന്നത് അത് ഈ മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇത് ആക്ച്വലി ഞാൻ തന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയ വസ്തുവല്ല. ഞാൻ തന്നെ വാങ്ങിച്ച സ്ഥലമാകുമ്പം അത് നാച്ചുറലി അവർക്കൊന്നും എതിരില്ല. അവരുമൊക്കെ നല്ലോണം ചാരിറ്റി ചെയ്യുന്നവരാണ്. മോനുമൊക്കെയാണ്. എനിക്കൊരു മോനാണ്, ഒരു മോളുമാണ്. മോനാണ് ഇപ്പം ബിസിനസ് മാനേജ് ചെയ്യുന്നത് മെയിനായിട്ട്. അവനുമൊക്കെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര സന്തോഷമാണ്. ആ 18 പേരും വളരെയധികം സന്തോഷത്തിലായിരിക്കും. തീർച്ചയായിട്ടും 18 പേരുടെ അവരുടെ കുടുംബങ്ങളും അത് ഭയങ്കരമായിട്ട് അവർക്ക് സന്തോഷമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർക്കത് കിട്ടി. ഞാൻ അവർക്ക് രജിസ്ട്രേഷൻ്റെ ചാർജ് അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ്, അവർക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതാണ്ട് 25,000-30,000 രൂപ വെച്ച് ഓരോ ഡോക്യുമെൻ്റ് രജിസ്ട്രേഷനും അതും നമ്മൾ തന്നെ ചിലവാക്കി അവരുടെ കയ്യിൽ, അവർക്കൊരു ചിലവും ഇല്ലാതെ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കൂടാതെ എന്തെങ്കിലും അവിടെ സ്ഥലം എന്തെങ്കിലും വേറെ വിട്ടു നൽകുന്നു അങ്ങനെ എന്തെങ്കിലും? ഒരു 15 സെൻറ്റോളം ബാക്കിയുണ്ട്. അത് ഞാൻ പഞ്ചായത്തിന് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു കോമൺ ഏരിയ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്കവിടെ പന്തലിടാം, അവിടെ ഒത്തുചേരാം. അതിനുള്ള സൗകര്യം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആകെ 75 സെൻറ്റിന് പുറമെ 15 സെൻറ്റും കൂടെ? അല്ല, ആകെ വരുമ്പോഴത്തേക്ക് 83 സെൻറ്റോളം വരും. ഈ 15 കൂടെ കൂട്ടി. അതാണ് ഐഡിയ. ഈ തിരുവോണ നാളിൽ നന്മയുടെ നല്ലൊരു സന്ദേശം കൂടിയാണ് കൊച്ചേട്ടു വീട്ടിലെ ജേക്കബ് ചേട്ടൻ നൽകുന്നത്. നിർധനരായ കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി അദ്ദേഹം തൻ്റെ സ്വന്തം ഭൂമി തന്നെ വിട്ടു നൽകുകയാണ്. ഏവർക്കും മാതൃകയായ വലിയൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.